ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു സഹോദരന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ തിരിച്ചു വരാൻ നേരത്ത് ഒരമ്മച്ചി ഓടി ഇങ്ങനെ വന്നു, വീട്ടിലേക്ക് വരണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ വീട്ടിലെ മക്കൾക്കൊക്കെ ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്ന ആളാണ്. ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്ന ഭാര്യയും ഭർത്താവുമാണ്. അമ്മ ഒറ്റ കാര്യത്തിന് ആ വീട്ടിൽ നിർബന്ധിക്കുന്നു, പ്രാർത്ഥിക്കൂ, സന്ധ്യാപ്രാർത്ഥന, പള്ളിയിൽ പോ. ഈ കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള വിഭൂതി തിരുനാളിന് നെറ്റിയെ കുരിശു വരയ്ക്ക് ചാരം വരച്ചിങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ. ആ സമയത്ത് ആ വീട്ടിലെ ചേച്ചി പറഞ്ഞു, എനിക്ക് ഈ എമ്പളം തൂത്തോണ്ട് നടക്കുന്ന ഒന്നും അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഏതാണ് എമ്പളം? ഇങ്ങനെ കുരിശു വരച്ച്. അതുകൊണ്ട് ഉടനെ ചെറിയ പ്രായത്തിലെ കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, മക്കൾ ഈ എമ്പളം ഒന്നും തൂത്ത് നടക്കൊന്നും വേണ്ട. ഏതെമ്പളം? ഈ എമ്പളം ഒന്നും തൂത്ത് കൊച്ചു, എനിക്കത് ഇഷ്ടമല്ല, നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നല്ല. കൃത്യം 7:30 8 മണിയാകുമ്പം ഈ വലിയ വിദ്യാഭ്യാസമുള്ള ഈ അപ്പനും അമ്മയും കൂടെ ബാറ്റും എടുത്ത് മുറ്റത്തിറങ്ങി അമ്മച്ചി വീട്ടിനകത്ത് പ്രാർത്ഥിക്കുമ്പോ ഈ അമ്മയും പിള്ളേരും കൂടെ മുറ്റത്ത് കിടന്ന് ഒരു നെറ്റും കെട്ടി ബാറ്റ് കളിക്കുക. അമ്മച്ചി കരഞ്ഞോണ്ട് ഇങ്ങനെ കാറിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അമ്മച്ചി ഒരു കടലാസിൽ എഴുതിക്കോ, ഒരു കടലാസിൽ എഴുതി വെക്കണം. എല്ലാം നമ്മൾ കാത്തിരുന്ന് കാണണം. നമ്മൾ ഒരു വ്യക്തിക്ക് വിശ്വാസം കൊടുത്താലേ വിശ്വാസം വളരത്തുള്ളൂ. നമ്മൾ വിതയ്ക്കുന്നത് വിശ്വാസക്കുറവാണെങ്കിൽ അവരിൽ മുളയ്ക്കുന്നത് വിശ്വാസത്തിന് ഇല്ലാത്ത അവസ്ഥയായിരിക്കും മുളച്ചു വരുന്നത്. ഇപ്പോഴൊന്നും തിരിച്ചറിയത്തില്ല. ഇതൊക്കെ ചൂട് പിടിച്ച് തൊലിക്ക് പിടിക്കുമ്പോ, ഇറച്ചിയെ പിടിക്കുമ്പോൾ 4, 10, 15 വർഷം കഴിയും. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ ഇങ്ങനെ അഹങ്കാരം കാണിക്കും. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ പൈസ കിട്ടുമ്പം ഇങ്ങനെ ദൈവത്തെ മറന്നു ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും പേര് ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഈ ആലയത്തിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേട്ടോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തലമുറകൾ നിലനിൽക്കുന്ന അനുഗ്രഹമുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് വേണ്ടി പറയാൻ പ്രാർത്ഥിച്ചെടുത്ത ദൈവവചനം ജെറമിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യമാണ്. ഹെഡിങ് എന്താണെന്നറിയാമോ? ജെറമിയായും അരക്കച്ചിയും. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഈ വചനം. നല്ല വചനമാണ്, വീട്ടിൽ ചെന്ന് വായിക്കണം. ഒരു ദിവസം ജെറമിയ പ്രവാചകൻ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ പോയി ഒരു തുണി മേടിക്കാൻ പറഞ്ഞു. ഒരു തുണി, ഒരു അരക്കച്ച തുണി, അത് മേടിച്ചിട്ട് അത് ഇങ്ങനെ ചുറ്റി കെട്ടാൻ പറഞ്ഞു. അരയിൽ ഇങ്ങനെ ചുറ്റി കെട്ടാൻ, നമ്മൾ തോർത്തൊക്കെ അരയെ കെട്ടുന്ന പോലെ കെട്ടാൻ പറഞ്ഞു. അപ്പൊ ജെറമിയ ചോദിച്ചു, എന്തിനാണ് ഞാൻ തുണി എടുത്ത് ഇങ്ങനെ അരയെ കെട്ടുന്നത്? കുറച്ചു കഴിഞ്ഞപ്പോ ജെറമിയായോട് ദൈവം പറഞ്ഞു, ആ തുണി അഴിച്ചിട്ട് നീ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള ഒരു പാറയുടെ ഒരു സൈഡിൽ കൊണ്ടുപോയി ആ തുണി ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞു. അലക്കരുതെന്നും പറഞ്ഞു. അലക്കിയേക്കരുത്. അപ്പൊ ജെറമിയായ്ക്ക് ഇതിന്റെ ആലോചനയോ ഇതിന്റെ ഉത്തരവോ ഒന്നും കിട്ടി. ഇതെന്നാത്തിനാന്ന് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞ് ജെറമിയ അതുപോലെ തന്നെ ഒരു പാറ ഇടുക്കിൽ കൊണ്ടുപോയി ഈ അരക്കച്ചി ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജെറമിയായോട് പറഞ്ഞു, നീ പോയി അതെടുക്കാൻ ചെന്നപ്പോ ഇത് എടുക്കാൻ പറ്റുന്നില്ല, അത് ജീർണിച്ചത്, തുണി ഇങ്ങനെ വിട്ടുപോയി. അപ്പൊ ജെറമിയായോട്, നീ ഒന്ന് എടുക്കാൻ നോക്കിക്കേ. ജെറമിയ ഇങ്ങനെ കൈകൊണ്ട് ചെന്നപ്പോ അത് ഒരു കയ്യിൽ ഒരു പീസും ഇപ്പുറത്തെ കയ്യിൽ അത് പീസായി പോയി. എന്നിട്ട് ജെറമിയായോട് ദൈവം പറയാ, ജെറമിയ നീ ശ്രദ്ധിച്ചോ, കുറിച്ചു വെച്ചോ, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ എന്റെ ജനം എന്നോട് ചേർന്നില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. അരക്കച്ച അരയോട് ഇങ്ങനെ വറ്റിച്ചേർന്നിരിക്കും. അതുപോലെ എന്ത് ചെയ്യണം? എന്റെ ജനം ദൈവത്തോട് ചേർന്നിരുന്നില്ലെങ്കിൽ ഉപയോഗശൂന്യമായ ഇതുപോലെ ഇരിക്കും. ഞാൻ ആ വചനത്തിലേക്ക് വായിക്കുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. ജെറമിയായോട് ദൈവം പറയുന്ന കാര്യം, കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ പോയി ഒരു ചണവസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന് അരയിൽ ചുറ്റുക. 1-ാമത്തെ വാക്യമാണ്. വളരെ സാധാരണ കാര്യമാണ്, കേൾക്കണം. ഒരു ചണവസ്ത്രം കൊണ്ടുവന്നിട്ട് നീ മേടിച്ചോണ്ട് വന്ന് അരയിൽ ചുറ്റുക. 2-ാമത്തെ വാക്യം, അലക്കരുതെന്ന് പറയുക. നീ അത് വെള്ളത്തിൽ മുക്കരുത്, അലക്കണ്ട. കർത്താവിന്റെ വാക്കനുസരിച്ച് ഞാനൊരു ചണവസ്ത്രം വാങ്ങി അതൊടുത്തു. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, നീ വാങ്ങി അരയിൽ ചുറ്റിയ വസ്ത്രം യൂഫ്രട്ടീസ് നദി
അപ്പൊ ആ പ്രദേശത്തുള്ള ഒരു നദിയുടെ പേരാണ് യൂഫ്രട്ടീസ് നദി. ആ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൊണ്ടുപോയി അവിടെ ഒരു വലിയ പാറയുണ്ട്. ആ പാറയുടെ ഒരു ഇടുക്കി കൊണ്ടുപോയി ആരും കാണാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെക്കുക. പെട്ടെന്ന് നമുക്ക് കേട്ടാ തോന്നുക ഇതൊക്കെ ചെറിയ നിസ്സാരമായ ഒരു കാര്യമാണല്ലോ ഈ പറയുന്നതെന്ന്. അടുത്ത പതിൽ ജെറമി ഇത് അതുപോലെ ഒരു കൊച്ചു കുഞ്ഞിനോട് നമ്മൾ പറയുന്ന കേൾക്കുന്ന പോലെ തന്നെ ജെറമിയായി എന്ന പ്രവാചകൻ ഇത് മുഴുവൻ കേൾക്കുകയാണ്. 5-ാമത്തെ വാക്യം, കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഞാനത് ഈ തുണി ഈ അരക്കച്ച യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൊണ്ടേ ഒളിപ്പിച്ചു വെച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ചെന്ന് എന്റെ കൽപ്പന പ്രകാരം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അരക്കച്ച എടുത്തോണ്ട് വരിക. 7-ാമത്തെ വാക്യം, ഞാൻ അവിടെ ചെന്ന് അരക്കച്ച ഒളിപ്പിച്ചു വച്ചിരുന്ന സ്ഥലം കുഴിച്ച് അത് പുറത്തെടുത്തു. ആ വസ്ത്രം, ശ്രദ്ധിച്ചോ, ആ വസ്ത്രം ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിരുന്നു. അതൊന്നിനും കൊള്ളിയല്ലായിരുന്നു. അത് കൈകൊണ്ട് എടുത്താൽ ഇങ്ങനെ കിട്ടില്ല, പീസ് പീസായി പോയി, ജീർണിച്ചു പോയി. 8-ാമത്തെ വാക്യം, അപ്പോൾ കർത്താവ് എനിക്കൊരു അരുളപ്പാട് നൽകി, എന്നൊരളി ചെയ്തു, യൂദായുടെ അഹങ്കാരത്തെയും ജെറുസലേമിന്റെ ഔദത്യത്തെയും ഞാൻ ഇതേ വിധം നശിക്കും. അടുത്ത വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്റെ വാക്കു കേൾക്കാതെ തന്നിഷ്ടപ്രകാരം നടക്കുകയും അന്യദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഈ ദുഷ്ടജനത ഒന്നിനും കൊള്ളാത്ത അരക്കച്ച പോലെയായി തീരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാമോ ഹല്ലേലൂയ? എന്നിട്ട് ദൈവം പറഞ്ഞൊരു വാക്കാണ്, ഈ അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ എന്റെ ജനം എന്നോട് ചേർന്ന് ഇരിക്കണം. ഇപ്പോൾ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളും ഉണ്ടല്ലോ അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ നമ്മൾ എത്ര കഴിവുള്ളവരും ബുദ്ധിയും സ്വാധീനമുള്ളവരാണേലും ചേർന്നിരിക്കണം ദൈവത്തോട്. ഇത് ചേർന്നിരിക്കാതെ ഞാൻ മറ്റെന്തെങ്കിലോടും ചേർന്നിരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എത്ര വില കൂടി അരക്കച്ചയാന്ന് പറഞ്ഞാലും പിന്നെ അതൊന്നിനും കൊള്ളത്തില്ല. ഇന്ന് പലരും പല അവസ്ഥയിലും പല ആൾക്കാരുടെ കഴിവുകൾ ഒന്നിനും കൊള്ളത്തില്ല. പല ആളുകളുടെ കുടുംബജീവിതത്തെ വെച്ച് നോക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ദൈവത്തോട് ചേർന്ന് നിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ ഒരാള് മതിയല്ലോ. എത്രയോ കുടുംബങ്ങളിൽ വിഷമാണെന്നറിയോ? അപ്പനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് പൈസയൊക്കെ ഉണ്ടാക്കി വീട് വെച്ചു. ഒരു മകൻ കുടിയോട് കുടി, ചീട്ടുകളി, പറഞ്ഞാൽ കേൾക്കത്തില്ല, കഞ്ചാവ്, ആകപ്പാടെ വിരളി പിടിച്ച് നടക്കുകയാണ്. ഒരാളു മതി നമ്മുടെ കുടുംബത്തിൽ മുഴുവൻ തകർത്ത് ഇതിന്റെ നാരായണക്കല്ല് പിടിപ്പിക്കാൻ ഒരാളു മതി. അതിനിത് പറയാനുള്ള കാരണം, ഞാനും നിങ്ങളും അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ചേർന്ന്, അല്ലാതെ എവിടെ ചെന്നിട്ട് കാര്യമില്ല. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ചേർന്നിരിക്കണം. ഈ ബൈബിൾ ദേവചനം ഇന്ന് തന്നെ വീട്ടിൽ പോയി വായിക്കണം. ജെറമിയ 13:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ഈശോ പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാത്ത ശാഖ ഫലം പുറപ്പെടുവിക്കത്തില്ല. ഇതൊക്കെ പറയാനുള്ള കാരണം എന്നറിയാമോ? അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ചേർന്നിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നൊരു കാര്യം പറയാം. നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തത്തിനും നമ്മുടെ ദൈവവചന ധ്യാനത്തിനൊന്നും വീഴ്ച വരുത്തരുത്. ഇതിന് കോംപ്രമൈസ് വരുത്തരുത്. ഇതിനകത്തൊരു വീഴ്ച വരുത്തരുത്. കാരണം നമ്മൾ എന്ന് ഈ അരക്കച്ച ചേർന്നിരിക്കാത്ത പോലെ അകന്നു നിൽക്കുന്ന അന്നേരത്തെ നമ്മുടെ കഴിവുകളൊക്കെ ഈ അരക്കച്ച നശിച്ചു പോകുന്ന പോലെ പുറകോട്ട് പോകും. നമ്മൾ തിരിച്ചറിയത്തില്ല. കുറെ നാൾ കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത്. കുറെ നാളുകൾ കഴിയുമ്പോഴാണ് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ തിരിച്ചറിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഒറ്റ വചനം മാത്രം മതി നമുക്ക് ധ്യാനിക്കാൻ. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ. അതുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞില്ലേ, നന്നായിട്ട് ഉപവാസം എടുക്കണം. അതിനകത്തൊന്നും കോംപ്രമൈസ് പാടില്ല. നന്നായിട്ട് നമ്മൾ നോമ്പെടുക്കണം. അതിനകത്ത് ഒരു ഇറച്ചിയോ മീനോ വേണ്ട, അതിന്റെ മണം അടിച്ചെന്നോർ തന്നാൽ ഇത് കഴിച്ചേക്കാം, പിന്നെ ഇതിലാണോ കാര്യം ചിന്തിക്കരുതെന്ന് പറയാൻ കാരണം, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ എങ്ങനെയൊക്കെ ചേർന്നിരിക്കാൻ പറ്റുമോ നമ്മൾ അതുപോലെ ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അതിനനുസരിച്ചുള്ള വിജയവും ഉയർച്ചയും ദൈവം അനുവദിക്കാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ.
ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇന്ന് പല കുടുംബത്തിന്റെയും ഒരു തകർച്ചയുടെ കാരണം, പല കുടുംബത്തിന്റെ ഒരു പ്രശ്നം മക്കളെ ഓർത്തുള്ള ഒരു ദുഃഖമാണ്. പലപ്പോഴും പറയാറുണ്ട്, മക്കളെ ഓർത്ത്. ഇന്നലെ ഒരു അപ്പച്ചൻ വിളിച്ചിട്ട് പറയാണ്, മക്കൾ ഇല്ലാതിരിക്കുമായിരുന്നു നല്ലത്. അങ്ങനെയായിരുന്നു, ആ ഒറ്റ വിഷമല്ലേ ഉള്ളൂ, മക്കളില്ല. മക്കൾ ഉണ്ടായി പോയതിലാണ് ഇപ്പൊ ഏറ്റവും വലിയ ദുഃഖം. കാരണം ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, തിരിച്ച് ഭയങ്കര പ്രതികരണം. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. മക്കളില്ലാതിരിക്കുമായിരുന്നു നല്ലത്. മക്കളില്ലാതിരിക്കുവാണെങ്കിൽ ആ ഒറ്റ ദുഃഖമല്ലേ ഉള്ളൂ, മക്കളില്ലല്ലോ എന്നൊരു ദുഃഖമാണല്ലോ പ്രശ്നമുള്ളൂ. ഇതിപ്പോ ആകപ്പാടെ പ്രശ്നമാണ്. അത്താഴം കഴിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് ഒരു സന്തോഷമില്ല. കടന്നല് കുത്തിയോലിരിക്കും മക്കളോട്, മക്കളുടെ മുഖം. ഇതിന്റെ കാരണ സഹിതം 5 മിനിറ്റ് സംസാരിച്ചപ്പോ തന്നെ മനസ്സിലായി, ഈ അപ്പച്ചനാണെങ്കിൽ ഈ മക്കളെയൊക്കെ തേം പോലെ എന്ന് പറഞ്ഞാൽ എന്താ, ഇതുപോലെ ഇനി അതിൽ കൂടുതൽ ഈ അപ്പച്ചനും അമ്മച്ചിക്കൊന്നും ഈ മക്കളെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഈ അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ദൈവത്തോട് ചേർത്ത് നിർത്തിയിട്ടില്ല, ബാക്കി പലതിനോടും ചേർത്ത് നിർത്തിയിട്ടുണ്ട്. വസ്ത്രത്തിന് കുറവ് വന്നിട്ടില്ല, ഭക്ഷണത്തിന് കുറവ് വന്നിട്ടില്ല. ഇനി പള്ളിയിൽ പോകാൻ വരെ ഇനി സ്വന്തമായിട്ട് വാഹനം കേടാണെങ്കിൽ ഓട്ടോറിക്ഷ സ്പെഷ്യലായിട്ട് വിളിച്ചു വരുത്തി പള്ളിയിൽ കൊണ്ടുപോകും. ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. പക്ഷെ ഒരു സ്ഥലത്ത് ചെറിയൊരു ഫാൾട്ട് പറ്റി, ചെറുതല്ല വലിയൊരു ഫാൾട്ട് പറ്റി. ബൈബിൾ പഠിപ്പിക്കുന്നു, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ മക്കളെ ദൈവത്തോട് ചേർത്തിരുത്താൻ ഈ അപ്പൻ പരാജയപ്പെട്ടു പോയി. ശ്രദ്ധിച്ചേ, നമ്മൾ ഇനി ഒരിക്കലും ഈ ഫാൾട്ട് സംഭവിക്കരുത്. നമ്മുടെ മക്കൾ ദൈവത്തോട് അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ചേർത്ത് നിർത്താൻ പരമാവധി പരിശ്രമിക്കണം, പരമാവധി പരിശ്രമിക്കണം. നിങ്ങൾക്കറിയാമോ, ഒരു പെൺകുട്ടി വന്നിട്ട് എന്നോട് ചോദിക്കാണ്, 18 വയസ്സ് പോലും പ്രായമാകാത്ത പെൺകുട്ടി ചോദിക്കാണ്, എനിക്കൊരു അബോർഷനുള്ള മരുന്ന് മേടിച്ചു തരാമോ? എത്ര പൈസ വേണേലും ഞാൻ സംഘടിപ്പിച്ചു തരാം, ആരോടും പറയരുത്. ഞാൻ എങ്ങനെ ഒരു ഇത് വീട്ടിലറിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും ആത്മഹത്യയും എന്നോട് പറഞ്ഞാണ്. ഞാൻ വളരെ രഹസ്യാത്മകമായി ഇവിടെ മാതാപിതാക്കന്മാരോട് ഈ വിഷയം വിളിച്ചു വരുത്തി പറയുകയുണ്ടായി. അവര് ഈ വിഷയം അറിഞ്ഞ പിന്നെ ഇങ്ങനെയാണ് തീരുമാനിച്ചത്, ഇന്ന് രാത്രി മുഴുവൻ മരിക്കുക. ഒരു വാക്ക്, ഈ ധ്യാന കേന്ദ്രത്തിന്റെ നിന്ന് ദൈവം പറഞ്ഞ ഒരു വാക്ക് മൂലം ആ കുടുംബം ഇന്നും പിടിച്ചു നിൽക്കുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഈ വിധത്തിൽ ഇങ്ങനെ പാളിപ്പോകാൻ, ഈ ഉഴപ്പിപ്പോകാൻ കാരണം എന്ത്? അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുവാണ്, ഞാൻ ഉഴപ്പത്തില്ല. വെല്ലുവിളിക്കുക, എവിടെ ഉഴപ്പാനാ? ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കും. ഞാൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാ ഞാൻ വേറെ പല കുഴിയിലും അക്കിടിയിലും ചെന്ന് ചാടുന്നത്. ഉറപ്പ്. ഞാൻ ഏതേലും അക്കിടിയിൽ ചെന്ന് ചാടുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നോണ്ടാ, ഉറപ്പ്. അതല്ലാതെ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ നോർമലായിട്ട് ചിന്തിച്ച് നോക്കിക്കേ, ഞാനോ നിങ്ങളോ ദൈവത്തോട് ചേർന്നിരിക്കുക, പിന്നെ ഞാൻ എങ്ങനെയാ ദൈവം അഥവാ ഒരു കുഴിയിലേക്ക് വീഴാൻ സാധ്യതയുള്ള ഉള്ളങ്കയിൽ എന്നപോലെ കരുതത്തില്ലേ? വളരെ ശ്രദ്ധിക്കണം. ഈ അടുത്ത സമയത്ത് പരീക്ഷ എഴുതുന്ന കൊച്ചുങ്ങളാണ്. പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കണം. എങ്ങനെ പരീക്ഷ എഴുതും? ഇതാരോട് പറയും? ഈ സംഭവങ്ങളൊക്കെ ശരിക്കും നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കണം. എന്ത്? ഒറ്റ കാര്യമുള്ളൂ, എല്ലാ പ്രായത്തിലുള്ളവരും അറിഞ്ഞിരിക്കണം. ബൈബിൾ യെരമ്യായിലൂടെ പറയാണ്, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ചേർന്നിരിക്കണം. എന്റെ ഇടവകയിൽ ഇതാ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഒരു 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരിച്ചതിന്റെ കാരണം, ഒന്നാന്തരം ക്രിസ്ത്യാനിയായ ഒരു കുടുംബത്തിലെ ആളാണ് മരിച്ചത്. പക്ഷെ അവന്റെ ബൈക്കിന്റെ മുന്നിലും പുറകിലും ചെകുത്താൻ എന്നെഴുതിയിരിക്കുന്നു. ഇവൻ ബൈക്ക് ആക്സിഡന്റ് മരിച്ച പിന്നെ അച്ഛൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവന്റെ ബോഡി എടുക്കാൻ വേണ്ടി വന്നത് കുറെ പിള്ളേർ അങ്ങോട്ട് വന്നിട്ട് വേഗം പെട്ടിയിലോട്ട് കൈവച്ചു. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, അവിടെ നിൽക്കാൻ പറഞ്ഞു. ആരാന്ന് അറിയത്തില്ല, ആരാന്ന്. പെട്ടെന്ന് എല്ലാത്തിന്റെയും കൈയുടെ ഈ ഭാഗത്ത് പച്ച കുത്തി വെച്ചിരിക്കുക ചെകുത്താൻ. ഇപ്പൊ ഭയങ്കര പ്രശ്നം. അവിടെ നിൽക്കാൻ പറഞ്ഞു. ഒരു കുടുംബക്കാരൊക്കെ ഇടപെട്ട് ഇവന്റെ കൂട്ടുകാരെ മൊത്തം, ഇവൻ അറിയാതെ, അവിടെ ഒരു പിക്നിക് സ്പോട്ട് ഉണ്ട് അവിടെ ഞങ്ങളുടെ സ്ഥലത്ത്. അവിടെ ചെകുത്താൻ സേവയിലെ ആൾക്കാരാണ് ഇവര്. ഇവൻ ഇത് അറിയാതെ അവരുടെ കൈകളിലെല്ലാം ചെകുത്താൻ എഴുതി വെച്ചിരിക്കുന്നു. ഇവന്റെ ബൈക്ക്, ആക്സിഡന്റ് ആയ ബൈക്ക് മുന്നിലും നമ്പറിന്റെ താഴെ ചെകുത്താൻ, പുറകിന് സൈഡിലും ചെകുത്താൻ എഴുതി വെച്ചിട്ട് ആ ബൈക്കാണ് ആക്സിഡന്റ് ആയത്. ബോഡി എടുക്കാൻ വന്നത് അച്ഛൻ പ്രാർത്ഥന ചെയ്ത് ഇവര് പെട്ടെന്ന് കൈവച്ച് പെട്ടെന്ന് ഇവർ എടുക്കാൻ നോക്കുകയാണ്. അപ്പൊ അവര് അട്ടുകാരിൽ ഇടപെട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു.
അപ്പൊ ഇത് പറയാനുള്ളൊരു കാരണം, ഈ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല ഈ മകൻ ചെകുത്താൻ സേവയിൽ പോയി ഇതുപോലൊരു സംഭവത്തിലാണ്. എന്നിട്ട് ഈ ചെകുത്താൻ സേവയിൽ പോയിട്ട് എന്താണ്, കഞ്ചാവും ഇതിന്റെ കൊടുക്കലും ഇതിന്റെ വാങ്ങലും ഇതിന്റെ കഴിക്കലും. എന്നിട്ട് 20 വയസ്സാകുന്നതിന് മുമ്പ് ബൈക്ക് ഓടിച്ച് ഏതോ ലെവല് വിട്ട് ഓടിച്ച് മറിഞ്ഞ് ഇടിച്ച് മരിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്തു, അടക്കി. പ്രിയപ്പെട്ട ആ കുടുംബം മുഴുവൻ വേദനിക്കുകയാണ്. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ചേർന്നിരിക്കണം. അങ്ങനെ ചേർന്നിരുന്നാൽ നമ്മുടെ ജീവിതം ഒരിക്കലും പരാജയപ്പെടില്ല. ബൈബിൾ വചനം നോക്കിക്കേ. ജെറമിയ അരക്കച്ചയിൽ നിന്ന് മാറ്റിയെടുത്ത ആ അരക്കച്ച മാറ്റിയെടുത്ത് ഒരു പാറയുടെ ഇടുക്കിൽ ഒളിപ്പിച്ചു വെച്ച് കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞ് എടുത്തു നോക്കിയപ്പം അതിങ്ങനെ വിട്ടുപോയി, ഒന്നിനും കൊള്ളിയലായിരുന്നു. എന്നിട്ട് ദൈവം പറയാണ്, ദൈവത്തോട് ചേർന്നിരുന്നില്ലെങ്കിൽ അരക്കച്ച ദ്രവിച്ചു പോയതുപോലെ നിങ്ങളുടെ കഴിവുകളും ശക്തിയും നിങ്ങൾ പതുക്കെ താഴോട്ട് ഡൗൺ ആയി പോകും. പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഒറ്റ കാര്യം, പ്രാർത്ഥന കൊണ്ടും ദൈവാരാധന കൊണ്ടും വിശ്വാസം കൊണ്ടും കൂദാശ ജീവിതം കൊണ്ടും ദൈവത്തോട് അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ചേർന്നിരിക്കാൻ പരമാവധി പരിശ്രമിക്കുക. വേറൊന്നും ആഗ്രഹിക്കേണ്ട. ദൈവം കൈക്ക് പിടിച്ചു കൊണ്ടുപോകും. ഉറപ്പായിട്ട് നമുക്കൊന്നും ജീവിതം പരാജയപ്പെട്ടു എന്ന് അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ദൈവത്തോട് ചേർന്നിരുന്നിട്ട് എന്റെ ജീവിതം പോയി എന്നാർക്കും പറയേണ്ടി വരില്ല. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ കണ്ട ഒറ്റ വചനം മതി നമുക്കിന്ന്. ഈ ഒറ്റ വചനം മതി. അരക്കച്ച അരയോട് ചേർന്നിരിക്കണം. ഇത് ചേർന്നിരിക്കാതിരുന്നാൽ നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്തു കൂട്ടുന്നതെല്ലാം ഒന്നിനൊന്നിന് പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അരക്കച്ചയോട് ചേർന്നിരിക്കുന്ന പോലെ അരക്കച്ചയോ ചേർന്നിരിക്കുന്ന പോലെ ചേർന്നിരുന്നാലോ അതെന്നും അനുഗ്രഹമായി നിലകൊള്ളും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്ന ഇത്രയും പ്രിയപ്പെട്ടവരോട് ഒരു അപേക്ഷ. നമുക്ക് വേറെ വലിയ കാര്യം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒറ്റ കാര്യം ചെയ്യാനുള്ള ഒരു കൃപ ലഭിക്കട്ടെ. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു കുടുംബമാകണം. ഇന്ന് നിങ്ങൾ ഭവനത്തിൽ പോയി ഈ വചനം ദൈവം സന്തോഷത്തോടെ ഒന്ന് വായിക്കണം. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ എനിക്ക് ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു അഭിഷേകം തരണം. എൻ്റെ കുടുംബത്തിന് അഭിഷേകം തരണം. എൻ്റെ മക്കൾക്ക് ഈ അഭിഷേകം തരണം. നമ്മുടെ മക്കളൊക്കെ 10ാം ക്ലാസ്സും കഴിഞ്ഞ് +2 കഴിഞ്ഞ് നമ്മുടെ കൺട്രോളിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക്, അല്പം ദൂരേക്ക്, പെട്ടെന്ന് ഓടിച്ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൺവെട്ടത്തിൽ നിന്ന് മാറുമ്പോൾ മുതൽ പെട്ടെന്ന് അടിക്കടി പരാജയപ്പെട്ടു പോകാനുള്ള ഒരു കാരണം എന്ത്? ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കണം. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ദൈവത്തോട് ചേർന്നിരിക്കാൻ. പിന്നീട് എത്ര പ്രായമായാലും അത് ഒരിക്കലും മറക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സജി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇവിടെ, അദ്ദേഹം കോഴി ഫാം നടത്തുന്ന ആളാണ്. കോഴി ഫാം, വയനാട്ടിൽ തന്നെ കോഴി ഫാം നടത്തുന്ന ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു കാര്യമാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരാതിരിക്കാൻ ഞാൻ ബക്കറ്റിനകത്ത്, ഈ പിള്ളേരൊക്കെ പഠിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഞാനൊരു പ്രാർത്ഥനാ സമയമാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉറക്കമൊക്കെ വരും. അപ്പം ഞാൻ ബക്കറ്റിനകത്ത് കാല് ഇറക്കി വെച്ച് അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചാണ് അങ്ങനെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുക. വെച്ചാൽ ഒറ്റ പ്രാർത്ഥനയുടെ സമയം ഉറങ്ങാതിരിക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കുന്ന പിള്ളേർ SSLC പരീക്ഷയുടെ തലേദിവസമൊക്കെ ഉറക്കം വരാതിരിക്കാൻ വെള്ളത്തിൽ ഇങ്ങനെ കാലൊക്കെ മുക്കി ഇതുപോലൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് കോഴി ഫാം നടത്തിയിട്ട് അദ്ദേഹം പറയാണ്, ആ ഒരൊറ്റ ബിസിനസ് കൊണ്ട് തന്നെ ഞാൻ ഒത്തിരി സാമ്പത്തികമായി പുരോഗതി ഒത്തിരി കടമൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ മാറി. ഇപ്പോൾ ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിലൂടെ തന്നെ ഇച്ചിരി ഉയർച്ചയൊക്കെ എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നതനുസരിച്ച് നമുക്ക് പരാജയം ഉണ്ടാകത്തില്ല, ഉയർച്ച തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്ന് എന്തെല്ലാം ദൈവാനുഗ്രഹം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഏറ്റുവാങ്ങാനായിട്ട് നമുക്ക് ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ വലിയ അനുഗ്രഹം നമുക്ക് കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ 5 ദിവസമായി ദ്വാരക അൽഫോൻസ ഫൊറാന പള്ളിയിൽ ദൈവവചനം ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3-ാമത്തെ ദിവസമായപ്പോൾ ശക്തമായിട്ട് അങ്ങോട്ട് പനി വന്ന് വിറച്ച്, എനിക്ക് പനിക്ക് എഴുന്നേക്കാൻ പോലും ആരോഗ്യമില്ല, ഒട്ടും വിറയ്ക്കാൻ തുടങ്ങി. ഇനി അരമണിക്കൂർ പോലും ഇല്ല അൽത്താരയിലേക്ക് കയറാൻ. റിജോച്ചൻ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചു.
എന്തായാലും അൾത്താരയിലേക്ക് കയറിയ സമയത്ത് എൻ്റെ ആ പനിയൊക്കെ മാറി. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. വേറൊരു വഴിയില്ല, വേറൊരു അച്ഛനില്ല, വേറെ ക്ലാസ് എടുക്കാൻ ആളുകൾ ധ്യാനിക്കാൻ വന്നിരിക്കുന്നു. എന്ത് ചെയ്യും? നിന്ന് പോകാൻ പറ്റുമോ, കിടക്കാൻ പറ്റുമോ? ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആവപ്പാടെ വിറച്ച് തളർന്ന് ഭക്ഷണം പോലും ഒന്ന് കഴിക്കാൻ പറ്റുമോ? ഒരു വിശപ്പും ഇല്ല, വെറും വെള്ളം മാത്രം കുടിച്ച്. എനിക്കൊരു കാര്യം, അന്ന് എനിക്ക് ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞൊരു അനുഭവം എനിക്കുണ്ടായി. എനിക്ക് ആ പനി അൾത്താരയിൽ കയറി വിറച്ചോണ്ടിരുന്നു. 10 മിനിറ്റ് മുമ്പ് പോലും വിറച്ച് പനിച്ചോണ്ടിരുന്നു. ഞാൻ അൾത്താരയിൽ കയറി ഉടനെ എൻ്റെ പനി അപ്പുറത്തെ എയിലേ പോയെന്ന് എനിക്കറിയില്ല. ക്ഷീണമുണ്ടെന്ന കാര്യം ഞാൻ മറന്നു. ഞാൻ എല്ലാം മറന്നു. എനിക്ക് ആ പനി ഞാൻ ഓർത്തു ഈ പെട്ടെന്ന് ചിലപ്പോൾ അൾത്താരെ ഇനി ഇറങ്ങുമ്പോൾ തൊട്ട് വിറച്ചു തൊള്ളി പനിക്കൂന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് വരെ എനിക്ക് അല്പം ക്ഷീണമുണ്ടെങ്കിൽ പോലും ആ പനി പിന്നെ വന്നിട്ടില്ല. ദൈവത്തിൽ ആശ്രയിക്കും. ഒരു പനിയുടെ കാര്യത്തിൽ പോലും ദൈവം പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് 2 കരങ്ങൾ ഉയർത്താം. ജെറമിയ പ്രവാചകൻ 13-ാം അധ്യായം. പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ, അരക്കച്ച അരയോട് ചേർന്നിരിക്കും. അതുപോലെ ഇവിടെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്. ഏവരും ആകട്ടെ, നിങ്ങൾ എന്ത് ചെയ്താലും അരക്കച്ചയോട് ചേർന്നിരിക്കുന്ന പോലെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ആ ഒരു വലിയ കൃപ, ഒരഭിഷേകം പോലെ കിട്ടാൻ ഒന്നാഗ്രഹിച്ച്. മറ്റ് കുറെ അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ അടിസ്ഥാന കാര്യം മാത്രം മതി നമ്മുടെ ജീവിതം ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറാൻ, ഒരു വലിയ കൃപയായിട്ട് മാറാൻ, ഒരു വലിയ അഭിഷേകമായിട്ട് മാറാൻ. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്പനേരം സ്തുതിച്ച് തന്നെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ വിളിക്കുന്നു, അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കണമേ. ദൈവകൃപ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണം. ദൈവകൃപ ഞങ്ങൾക്ക് നൽകണം. അരക്കച്ചയോട് ചേർന്നിരിക്കുന്ന പോലെ എന്റെ ജീവിതത്തെ അങ്ങ് അഭിഷേകമുള്ളതാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന. ദൈവമേ, അവിടുത്തെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ദൈവകൃപയുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിന് ഇരട്ടി പങ്കിനെ ഞങ്ങൾക്ക് നൽകണമേ. ദൈവകൃപ കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് ഒരുക്കണമേ. ഓ ആത്മാവേ നിറയണമേ. ഓ ആത്മാവേ നിറയണമേ. ഓ ശക്തിയേ നിറയണമേ. ഓ അഭിഷേകം വ്യാപരിക്കണം. ഓ ദൈവകൃപ വർഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, രോഗികളെ സുഖപ്പെടുത്തണമേ. കരങ്ങളടിച്ചു പാടാ, കരങ്ങളടിച്ച്. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ശക്തമായി കരങ്ങളടിച്ച് കരബലം പൂർണ്ണമായി വെളിപ്പെടും. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒരൽപ്പങ്ങളുടെ ശക്തിയോടെ എല്ലാവരും ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജെറമിയ 13:1 മുതൽ 10 വരെയുള്ള വചനങ്ങളിലൂടെ ഞങ്ങൾ കേട്ട ദൈവവചനത്തിന്റെ വലിയൊരു അഭിഷേകം ഒരു അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അഭിഷേകത്തെ ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷയിലൂടെ അങ്ങ് അയക്കണമേ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എപ്പോൾ? ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ.
യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, ദൈവശക്തി വ്യാപരിക്കട്ടെ. ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആത്മാവിനെ അയക്കണം. യേശുവേ ആരാധന. ഹല്ലേലൂയ. ദൈവമേ അങ്ങയുടെ ആത്മാവിനെ അയക്കണം, ശക്തി ഞങ്ങളിലേക്ക് അയക്കണം. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണം. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ഒഴുക്കണം. ഹല്ലേലൂയ. കരങ്ങളടിച്ച് പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച പോലെ ഇന്ന് ഇവിടെ അത്ഭുതം നടക്കണം. കരങ്ങളടിച്ച് ശക്തിയോടെ, സ്വരമുയർത്തി, ഈശ്വരയോടെ, ജീവനോടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, ദൈവശക്തി വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ അയക്കണം. ഞങ്ങളുടെ കരങ്ങളിൽ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന. ദൈവമേ നന്ദി, നന്ദി. ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ജെറമിയ 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇസ്രായേൽ ഭവനത്തോടും യൂദാ ഭവനത്തോടുമുള്ള ഒരു അപേക്ഷ, അത് നമ്മളോടുള്ള ദൈവത്തിന്റെ ഒരു കാര്യം, ഒരു അപേക്ഷയാണ്. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ. അത് കഴിഞ്ഞിട്ടും മതി നമുക്ക് ബാക്കിയെല്ലാം. കാരണം ദൈവം അനുഗ്രഹിച്ചാലേ അതൊരനുഗ്രഹമാകുള്ളൂ. ദൈവം കടാക്ഷിച്ചാലേ അതൊരു വളർച്ചയെത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങൾ സ്വപ്നം കാണുന്നവരാണ്. അവിടെ പോയി രക്ഷപ്പെടാം, ഈ കല്യാണം അങ്ങ് നടത്തി കൊടുക്കാം, ഈ ബിസിനസ് അങ്ങ് തുടങ്ങാം, ഈ സ്ഥലം അങ്ങ് മേടിച്ചേക്കാം. നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോണ്ടല്ലോ, ദൈവത്തോട് ചേർന്നിരുന്നിട്ട് വേണം എല്ലാ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാൻ. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ചേർന്നിരിക്കാൻ ദൈവം നമ്മളെ ആയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് അനുഗ്രഹിച്ചുയർത്താതിരിക്കില്ല. പഴയ നിയമത്തിൽ അബ്രാഹത്തിന്റെ മകനായ ഇസ്ഹാക്ക് ഒരിക്കൽ അബ്രാഹത്തോട് പറഞ്ഞു, ഈ നാട്ടിൽ ജീവിക്കണ്ട, ഈ നാട്ടിൽ നിന്ന് പോണം, ഇത് ശരിയല്ല, ഇവിടെ പട്ടിണിയാണ്, ഇവിടെ വരൾച്ചയാണ്, നമ്മുടെ ആടുമാടുകൾ മുഴുവൻ ചത്തുകെട്ടു പോകും. ഇത് കേട്ടപ്പോൾ അബ്രാഹം ചോദിച്ചു, എങ്ങോട്ട് പോകണമെന്നാണ് നിന്റെ ആഗ്രഹം? നമുക്ക് സമ്പൽ സമൃദ്ധിയുള്ള ഈജിപ്തിലേക്ക് തന്നെ പോകണം.
അപ്പോൾ അബ്രാഹാം പാതി മനസ്സ് സമ്മതിച്ചു. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ് അബ്രാഹാം എന്നതുകൊണ്ട് രാത്രിയിൽ തന്നെ അബ്രാഹത്തിനും ഇസ്ഹാക്കിനും ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഈജിപ്തിലേക്ക് നിങ്ങൾ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചില്ലേ? അവിടെ ചെന്നാൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ധാരാളം സമൃദ്ധി ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? നിങ്ങൾ അവിടെ പോകരുത്, ഞാൻ പറഞ്ഞ നാട്ടിൽ തന്നെ നിങ്ങൾ പാർത്താൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഈസഹാക്കും അബ്രാഹവും അതേ നാട്ടിൽ പാർത്തു. പക്ഷെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ, ആ കൊല്ലം തന്നെ ഈസഹാക്കിന് ദൈവം അനുഗ്രഹിച്ച്, ആ കൊല്ലം തന്നെ 100 മേനി വിളവ് നൽകി, ആ കൊല്ലം തന്നെ അബ്രാഹത്തിന് വലിയൊരു സാമ്പത്തിക പുരോഗതി അനുഗ്രഹിച്ചു നൽകി. എന്നിട്ട് ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുകയാണ്, ക്രമേണ ഇസ്ഹാക്ക് വലിയ സമ്പന്നനായി മാറി. എപ്പോഴാണ് ഈ ദൈവാനുഗ്രഹം വന്നത്? ഇസ്ഹാക്ക് ആ ദൈവത്തിന്റെ വാക്കിനോട് ചേർന്നിരുന്നപ്പോൾ. ഒരു തീരുമാനമെടുത്ത്, നമ്മൾ ബുദ്ധിയുള്ളവരും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കെൽപ്പുള്ളവരുമാണ്. എങ്കിലും അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന പോലെ ചേർന്നിരിക്കണം. പ്രിയപ്പെട്ടവരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരു കയ്യേലെണ്ണാവുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോ തൂങ്ങിക്കിടക്കുന്ന കയറും മുറിച്ചിട്ടിരിക്കുന്ന കയറിന്റെ ഭാഗവും തുണിയുടെ ഭാഗവും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് അമ്മ തന്നെ മുറിച്ചിട്ടിരിക്കുന്നു. കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലായത്, ചില കല്യാണങ്ങളൊക്കെ പലരും പറഞ്ഞതായിരുന്നു അത് വേണ്ടെന്ന്, അത് വേണ്ട. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, അത് വലിയ വീടല്ലേ, അയ്യോ അവർക്ക് സമ്പത്തുണ്ട്, അവർക്ക് വീടുണ്ട്, അങ്ങനെയാണ് അവരുടെ ചേട്ടാനിമാരൊക്കെ ഇന്ന നിലയിൽ വലിയ വലിയ ആൾക്കാരാണ്, അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്, ഇത് വലിയ ലക്കാണ്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇത് വലിയൊരു ഓഫറാണിത്. അങ്ങനെ എടുത്തു ചാടി ചെയ്ത തീരുമാനങ്ങൾ ഇന്ന് പാളിപ്പോയതായിട്ട് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിയിൽ ചിലതെല്ലാം നല്ലതാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ദൈവം നമുക്ക് അനുവദിച്ചിട്ടുള്ളതായിരിക്കില്ല. നമുക്ക് ഈ നിമിഷങ്ങളിൽ നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കണം. ദൈവം അനുവദിച്ചത് എനിക്ക് മതി, എന്റെ ബുദ്ധിയിൽ നല്ലതായിട്ടുള്ളത് എനിക്ക് വേണ്ട, ദൈവം എനിക്ക് നല്ലതെന്ന് പറയുന്നത് എനിക്ക് മതി. ആ ഒറ്റ തീരുമാനമുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കും, എവിടെയും പാളിപ്പോയില്ല.